ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബഹ്റൈനിലെ മറ്റൊരു സ്ഥലം കൂടെ കണ്ടാലോ? യെസ്, ദിസ് ഈസ് വാട്ടർ ഗാർഡൻ സിറ്റി. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വാട്ടർ ഗാർഡൻ ആയിരിക്കുമെന്ന്. പക്ഷേ ഇല്ല, വാട്ടർ ഫോണ്ടുള്ള കുറേയധികം റെസ്റ്റോറൻറ്റുകളുടെ ഏരിയയാണ് ഈ വാട്ടർ ഗാർഡൻ സിറ്റി. എന്നാൽ പിന്നെ ഈ വാട്ടർ ഗാർഡൻ സിറ്റിയിലെ കൂടുതൽ വിശേഷങ്ങൾ അകത്ത് കയറി കണ്ടാലോ? കയറി വന്നപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് മോസ്റ്റ് ഫേമസ് ആയ രാജുഭായി ആണ്. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നടന്ന് ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകൾ കണ്ടു. കുറേ അറബിക് ഫുഡ് കിട്ടുന്ന സ്ഥലമൊക്കെ കണ്ടിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇവിടെ രാജുഭായിലെത്തി. ഫസ്റ്റ് ടൈമാണ് രാജുഭായിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്, മെനു ഒക്കെ നോക്കാം എന്ന് വിചാരിച്ച് കയറിയതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് ഒന്ന് രണ്ട് പേര് പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. എന്നാലും എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകുന്നൂടെ നോക്കണ്ടേ. ആംബിയൻസ് ഒക്കെ ഓക്കെയാണ്, ഇച്ചിരി വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ മെനു കാർഡ് നോക്കി ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞല്ലോ, എന്നാലും ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. മെനു കാർഡൊക്കെ നോക്കി ഞങ്ങൾ കണ്ണൊക്കെ തള്ളിയിട്ട് ഇതിനിപ്പം എന്ത് പറയാം, എങ്ങനെയെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവസാനം ഒരു മൊയ്ത്ത ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നതാണ് ഈ വരവ്. ഒരു അടാറ് ഗ്ലാസ്, ഭയങ്കര അവരുടെ ഒരു സെർവിങ്, അവരുടെ ഒരു സെർവ് ചെയ്തൊരു രീതി ഉണ്ടല്ലോ, ടേബിൾ മാനേഴ്സ് ഭയങ്കര സൂപ്പറായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ്. ഞങ്ങളുടെ ഒരു വെൽക്കം ഡ്രിങ്ക് എത്തിയിട്ടുണ്ട്. ബില്ല് തന്നും നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ പുകച്ച് പുറത്ത് ചാടിക്കും എന്നുള്ളൊരു സൈനാണെന്ന് തോന്നുന്നു ഈ പുകയും എല്ലാം. എനിക്കറിയാൻ പാടില്ല, ഒരു ജ്യൂസ്, വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. മുട്ട പൊട്ടിയിരിക്കുന്ന ഒരു ഷേപ്പിൽ ഉള്ള ഒരു പാത്രത്തിലൊക്കെയാണ് ഉള്ളത്. കാണാനൊക്കെ സെറ്റപ്പാണ്, അടിപൊളിയായിട്ടുണ്ട് പാത്രമൊക്കെ. അപ്പോൾ ഇത് യോഗർട്ട് ആൻഡ് മാംഗോ എന്നാണ് പറഞ്ഞത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ കറക്റ്റ് മുട്ടയുടെ ആ യോക്ക് കിടക്കുന്നത് പോലെ തന്നെ ആ മാംഗോയുടെ പോർഷൻ ഇരിപ്പുണ്ട്. ഒന്ന് കഴിച്ച് ടെസ്റ്റ് ചെയ്യട്ടെ. കനി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കനി എടുത്ത് ചോദിക്കാം. ഹൗസ് ഇറ്റ് കനി? ഓക്കെ, നല്ല റിയാക്ഷൻ. കനി പ്രത്യേകിച്ച് വേറെ എക്സ്പ്രഷൻസ് ഒന്നും ഇട്ടിട്ടില്ല. കൊണ്ടുപോവച്ചാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന് ശാഠ്യം പിടിക്കുന്നുണ്ട്. അപ്പം കനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. മാംഗോ ബൈറ്റ് ചെയ്യാൻ കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു. അത്
യോഗട്ട് ആൻഡ് മാംഗോ ടേസ്റ്റാണ്. മാംഗോയുടേതാണ് ആ യോക്ക് പോലെ ഉണ്ടായിരുന്നത്. മാംഗോ കൊള്ളാം, പക്ഷേ എനിക്ക് ഫസ്റ്റ് വെച്ചപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സ്വീറ്റായിട്ട് തോന്നി. എന്തോ ഒരു യോഗട്ടിൻ്റെ ടേസ്റ്റായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. നമ്മൾ ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കുന്ന സിറപ്പില്ലേ, അപ്പോൾ എനിക്ക് മാംഗോ ജ്യൂസിൻ്റെ മാംഗോ കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ സിറപ്പാക്കി എടുക്കില്ലേ, അതിൻ്റെ ഒരു പെട്ടെന്ന് തോന്നി. പക്ഷേ കഴിച്ചപ്പോൾ നോക്കിയാണ്, കുഴപ്പമില്ല, കൊള്ളാം. ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നതിൽ ഇറ്റ്സ് ഓക്കെ, ഗുഡ്. അടിപൊളി ഗെറ്റപ്പിൽ വന്ന ആ മൊയ്ത്ത എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കണകി എങ്ങനെയുണ്ട് നോക്ക്. കനിയുടെ എക്സ്പ്രഷൻ നോക്കിയേ. ഇഷ്ടമായി. നോർമൽ മൊജിറ്റോ, ലെമൺ മിൻറ്റ് മൊജിറ്റോ ഓക്കെയാണ്. ഇവിടെ 1 ദിനാറ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാട്ടർ ഗാർഡൻ സിറ്റി ഫുള്ളാണ് നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിലിരുന്ന് ഫുള്ള് ചുറ്റിക്കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളും വെയിറ്റ് ചെയ്ത് നിന്ന് ബസ് വന്നപ്പോൾ മുകളിൽ കയറിയിരുന്ന് ഫുള്ളായിട്ട് ഞങ്ങൾ ഈ ബസ്സിലൊന്ന് കറങ്ങി കാണാൻ പോവാണ്. ഒരു ഓപ്പൺ സ്പേസിലിരുന്ന് ഈ വാട്ടർ ഗാർഡൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് കയറിയിരിക്കുകയാണ്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാനായിട്ട്. ഈ ബസ്സിൽ ഇവർ നല്ല അറബിക് പാട്ട്, ഇവരുടെ എന്തോ ഒരു പാട്ടിട്ടേക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, നമ്മൾ ബസ്സിൽ കയറുമ്പോഴത്തേനും പണ്ടത്തെ പാട്ടുകളുണ്ടല്ലോ, നൊസ്റ്റാൾജിക് പാട്ടൊക്കെ ഇട്ട് കോളേജിലൊക്കെ ഇങ്ങനെ പോകുന്നത്, അതെനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം പ്രൈവറ്റ് ബസ്സിൽ പോയതും ഇതിൽ ഓർക്കുന്നുണ്ട്. ഈ വാട്ടർ ഗാർഡൻ സിറ്റി ഫുള്ള് കണ്ടതിന് ശേഷം നമ്മൾ എവിടെയാണോ കയറിയത് ആ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. ഒടുക്കത്തെ വിശപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി വേറൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് നന്നായിട്ടൊന്ന് കഴിക്കാൻ പോട്ടെ. രാജുബായിലെ ബില്ല് കണ്ട് കണ്ണിരട്ട് പുൽസെ പോലെ അവിടെ നിന്ന് ചാടി സ്ഥിരം സ്പോട്ടായ കർബാബാദിൽ വന്ന് ഫുഡ് കഴിച്ച് വയറ് നിറച്ച് കഴിക്കാൻ വെച്ചു. അവിടെ നിന്ന് ഒരു മൊജിറ്റോയും ഒരു കുപ്പി വെള്ളം കുടിച്ചപ്പോൾ തന്നെ ഇവിടെ നിന്ന് നമ്മൾ നോർമലി ഒരു ഫുഡ് കഴിക്കുന്ന റേറ്റായി. സോ നല്ലൊരു ആംബിയൻസ്, നല്ല കണ്ടില്ല ബാക്കിൽ വാട്ടർ ഫൗണ്ടെയിൻ. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. അന്ന് വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. ആൻഡ് അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്.